പള്ളി ഫുള്ളായി. ഒരു 10 ആയപ്പോഴേക്ക് ഇമാമുമാര് പഴയ സീറ്റിലേക്ക് തന്നെ വന്നു. എന്തേ കാരണം ആളില്ല. അപ്പൊ നമുക്കാർക്കും താല്പര്യമില്ലല്ലോ. അപ്പൊ നമ്മളൊന്ന് ചോദിച്ചു നോക്കി, ആ റമദാൻ തുടങ്ങുന്ന അവസരങ്ങളിൽ ഖുർആനൊക്കെ എടുക്കുമ്പോണ്ടായിരുന്ന ഒരു ഭക്തിപ്പുണ്ടോ? ഇപ്പൊ ഖുർആൻ എടുക്കുന്നുണ്ടോ? എടുത്താൽ തന്നെ ഈ സാധനമല്ലോ എടുത്തിരിക്കുന്നത് എന്ന് അറിയാം. അപ്പൊ അത് മെസ്സേജ് വന്നു. ഒന്നോതാൻ സമയമില്ലാത്തവർക്ക് മെസ്സേജ് വന്നു. അതൊന്നിങ്ങനെ ഒന്നിങ്ങനെ ഓതി 2 ആയത്ത് വരെ അപ്പോഴേക്ക് വന്നു. അപ്പൊ വന്നിട്ട് അതിന്റെ അടിയിൽ ഇത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഏതോ ഒരു കേമൻ മെസ്സേജ് വിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ അള്ളാന്റെ കലാം അവിടെ വെച്ചു. എന്റെ കലാമല്ലോ ഇപ്പൊ വായിച്ചില്ലെങ്കിൽ നഷ്ടം വരാൻ പോകുന്നത്. അതുകൊണ്ട് അത് വായിച്ചു തന്നെ. അത് വായിച്ച അടുത്ത കഴിയുമ്പോൾ കിട്ടിയ അടുത്ത് വന്നു. ഇവൻ ഖുർആൻ അടക്കി വെക്കുകയാണ്. ഇന്നാർക്കും ഈ വാട്സപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം ഒരുപാട് ഹൈർ അതിലുണ്ടെങ്കിലും വല്ലാത്തൊരു ഷർറാണ് നമുക്കൊക്കെ അത് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഫേസ്ബുക്കും ഈ ഉപകരണങ്ങൾ ഇതിന്റെ അടുത്ത് നമുക്ക് മാറിയിട്ട് ഇതിനാ അള്ളാന്റെ റസൂല് പറഞ്ഞ അവസാനത്തെ 10 ഒഴിഞ്ഞു വീഴുന്നോളി എല്ലാം ഓഫാക്കിയിരുന്നോളും വരും. അത് ഉണ്ടായാൽ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് നോക്കും. കാരണം വിടുന്നോ വലിയ ഇബിലീസായിട്ടാണ് വിടുന്നത്. ഇങ്ങനെ നഷ്ടാണെന്നാ പറയാ. പിന്നെ നമുക്ക് വലിയ സങ്കടമില്ലേ? അത് വായിച്ചിങ്ങനെ വലിയ നഷ്ടല്ലേ, വലിയ നഷ്ടല്ലേ? അതോ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ അടിച്ചുവിടെ റമദാനായിട്ട് ഒരു കുറവില്ല. ഒരാളിനോട് ഒരു മെസ്സേജ് ഒരാൾ വിട്ടു. എന്താ, ഏതോ ഒരു ഡോക്ടറാണ് പോലും, അയാൾക്ക് ക്യാൻസറാണ്, വലിയ രോഗമാണ്, അങ്ങനെ അയാളെ ഭാര്യ വരെ അയാളെ ഒഴിവാക്കിയിരിക്കുന്നത്. അയാൾ സങ്കടം കേട്ടിട്ട് ഒരാളെയും കഴിക്കാൻ നിങ്ങൾക്ക് കുത്തുബീരൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾക്ക് ഇയാൾ അറിയോ? നിങ്ങൾക്ക് ഇയാൾ അറിയോ? ഇല്ല. എവിടെ നീട്ടി? അത് വേറെ ആൾ വന്ന അയാൾക്കറിയോ? ഇല്ല. എവിടെ നീട്ടിയത്? കുറെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, ഞാനും ഷെയർ ചെയ്തു. അതിനുള്ളതാണ് നിങ്ങൾ കിട്ടുന്ന തവറൊക്കെ ഷെയർ ചെയ്യാനുള്ളതാണ് നിങ്ങൾ. ഇതൊക്കെ ഫേക്ക് ന്യൂസുകൾ. അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ചിത്രം എടുത്തിട്ട് ഇതേ ഈ പെൺകുട്ടി ഇപ്പോ മതം മാറും, അവളെ ഉടനെ കൗൺസിലിംഗ് ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് പിടിച്ചിരുത്തിക്കോളും. പോണ പാട്ടിൽ പോട്ടെ, ഇത്തരം ജന്തുക്കളെ ഇസ്ലാമിൽ വേണോ? അങ്ങനെ പോകുന്നവര് പോട്ടെ. എന്നിട്ട് അത് ഒരു പെണ്ണിന്റെ മക്കളെ കെട്ട ഒരു പെണ്ണിനെ ഇങ്ങനെ കാണിച്ചിട്ട് ആ പെണ്ണിന് ഒപ്പം മതം മാറും. ഇപ്പൊ രാമന്റെ കൂടെ പോകും, ഇപ്പൊ ജോസഫിന്റെ കൂടെ പോകും, ഇപ്പൊ കൗൺസിലിംഗ് ഉടനെ കൊടുക്കണം, എല്ലാവരും ഇവിടെ അന്വേഷിക്കണം. ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ വിദ്യാഭ്യാസം കിട്ടുമോ? അത് ചിന്തിക്കുന്നുണ്ടായി. സോറി ചെയ്യുന്നവൻ സോഫയിലിരുന്ന ദാവത്താപ്പെല്ലാവർക്കും സോഫാ ദാവത്തിനാണ് ഞാനതിന് പേരിട്ടത്. കാരണം സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കുക, പനിയൊന്നുമില്ല, AC റൂമിൽ സോഫ വരുന്നിങ്ങനെ ഇതിന്റെ ദാവത്ത ഇതെങ്ങനെ ഷെയർ ചെയ്യാണ് എല്ലായിടത്തേക്കും അങ്ങനെ ദാവത്ത് വിട്ടു. സ്വന്തമൊന്ന് വായിച്ചു നോക്കാനുള്ള മാന്യത പോലും ഇല്ല പലർക്കും. സ്വന്തം വായിക്കൂല, അവര് വായിക്കാൻ മാറില്ല. വിശുദ്ധ ഖുർആൻ ചോദിച്ചു, നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ വായിക്കാതെ വിടരുത്. ഇസ്ലാമിന്റെ നിർദ്ദേശം യാ അയ്യുഹല്ലദീനാമനു, ഓ വിശ്വാസികളെ, ഈനത്തക്കൂലൂന, നിങ്ങൾ എന്തിനാണോ പറഞ്ഞു നടക്കുന്നത്? മാലാത്തക്കലോ, നിങ്ങൾ ചെയ്യാത്തത്. നമ്മളൊരാളൊരു മെസ്സേജ് വിടുന്നെന്തിനാ? നീ വായിക്കണോ? അയാൾ വായിക്കാം. നീ വായിച്ചോ? ഇല്ലല്ല, ഞാൻ വായിച്ചില്ല. എന്തിനാ നീ വിട്ടത്? നീ വായിക്കാതെ മറ്റുള്ളവരിലേക്ക് വിടുക. അതുകൊണ്ട് ഈ വക എല്ലാ കുലുമാലുകളും നിർത്തിവെച്ചേക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങൾ നന്മയാണെന്ന് തോന്നുന്നത് മാത്രം 1000 വട്ടം ആലോചിച്ചിട്ട് മതി ഷെയർ ചെയ്യുന്നത്, ഫോർവേഡ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ വലിയ സങ്കടം കൊണ്ടുവരുന്നത്. എനിക്ക് സങ്കടമൊന്നുമില്ലല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ദയർക്കാൻ ഏൽപ്പിക്കാം. എല്ലാവരും ദയർക്കാൻ ഏൽപ്പിക്കും. നിങ്ങൾ ദയർക്കാൻ കേട്ടോ, അതല്ലാത്ത സങ്കടം. ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിടും. ഏതോ കാലത്ത് എവിടെയോ നടന്നിട്ടുള്ള സംഭവങ്ങൾ പിന്നും കൊണ്ടിപ്പെറുക്കിയിട്ട് പുതിയതായിട്ട് തന്നെ കൊണ്ടുവരും. വല്ലാത്തൊരു വൃത്തികെട്ട ഒരു പ്രത്യേകമായ രംഗമായിട്ട് വേർതിരിച്ചിരിക്കണം. അതുകൊണ്ട് എന്താ പറയുന്നത്? റമദാന്റെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകും. ഈ വാട്സാപ്പും ഈ ഫേസ്ബുക്കും ഇതിൽ തന്നെ ഇങ്ങനെ എത്തിക്കാതിരുന്നാലിട്ടല്ലോ, ഈ തൗബ ചെയ്യാനും നേരം ഉണ്ടാവില്ല, ഇസ്തിഗ്ഫാറിനും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി എന്ത് ചെയ്യുക? നമ്മൾ വളരെ ആലോചിച്ചിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ മനസ്സ് നമ്മളെപ്പോഴും ചിന്തിക്കണം. അല്ലാഹു നാളെ പരലോകത്ത് നമ്മുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്നത് എപ്പോഴാണറിയോ? ആത്മാർത്ഥമായ കണ്ണുനീരിനാണ്. ആത്മാർത്ഥമായ കണ്ണുനീര് ഒറ്റക്കിരുന്ന് കരയുമ്പോഴാണ്. തൗബയുടെ മേമ്പടിയും കൂട്ടുകാരനുമായിക്കൊണ്ട് കണ്ണുകൾ കലങ്ങിട്ട് ആരാരും അറിയണ്ട. അത് പള്ളിയുടെ ഒരു മൂലയിലാണെങ്കിലും നിന്റെ റൂമിന്റെ ഒരു മൂലയിലാണെങ്കിലും ഒരാളും കാണണ്ട. ആ നിലക്ക് നിന്റെ കണ്ണുകൾ അങ്ങ് കരഞ്ഞാൽ തീ പ്രവേശിക്കുന്നതല്ല. റജുലുൻ, ഒരു മനുഷ്യൻ തീയിൽ പ്രവേശിക്കുന്നതല്ല. ബക്കാ, അയാൾ കരഞ്ഞ മനുഷ്യനാണ്. മിൻ ഖശിയത്തില്ലാ, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ. ഹത്താ യഊദൽ ലബനു ഫിൽ വറഇ, കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു കയറുവോളം. അത് നടക്കാത്ത കാര്യമല്ലേ? കറന്നെടുത്ത പാല് ഏതെങ്കിലും മൃഗത്തിന്റെ അകിട്ടിലേക്ക് തിരിച്ചു കയറുന്നോ? അതുപോലെ ഉദാഹരണമായിട്ടാ പറഞ്ഞത്, ഈ മനുഷ്യൻ നരകത്ത് പോകില്ല.